ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ആഷിമാണ്. ഇന്നത്തെ യുവാക്കളുടെ പ്രധാന പ്രശ്നം എന്താണ്? കൺഫ്യൂഷനാണോ അതോ കമ്പാരിസൺ ആണോ? ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ആഷിമാണ്. ഞങ്ങളിന്ന് ഇവിടെ വന്നിരിക്കുന്നത് ചെറിയൊരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. ആഷിം, എന്താണ് പറയാനുള്ളത്? താങ്ക് യു. ഇന്നത്തെ യുവാക്കളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായിട്ട്, പ്രത്യേകിച്ചും പുതുതലമുറയിൽ വളർന്നു വരുന്ന യുവാക്കളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് അതിൽ എൻ്റെ മുമ്പിൽ ഇതുവരെ വന്നിട്ടുള്ളത്. അപ്പോൾ അത് സംസാരിക്കാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത്. അതിൽ താങ്കൾക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? പ്രധാനമായിട്ട് ചർച്ച ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇപ്പം ഈ കേരളം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാ കാര്യങ്ങളും അത്യാവശ്യം അറിയാവുന്ന ആൾക്കാരാണ്. ഇപ്പം പൊളിറ്റിക്കൽ അവയർനെസ് ആയാലും യുക്രൈനിൽ യുദ്ധം നടന്നാലും എല്ലാം നമ്മുടെ കേരളക്കാർക്ക് നല്ല വ്യക്തമായ ധാരണയുണ്ട്. അറിവില്ലായ്മ കൊണ്ടല്ല. പക്ഷേ ഒരു ഇന്ത്യയെ വെച്ച് നോക്കുകയാണെങ്കിൽ കേരളം വളരെ നല്ല അറിവുള്ള ആൾക്കാരുള്ളതാണ് നമ്മുടെ ഈ സംസ്ഥാനം കേരളം. പക്ഷെ എന്നിട്ട് നമുക്ക് അൺഎംപ്ലോയ്മെൻറ്റ് കൂടുതലാണ്. അതിൻ്റെ കാര്യമാണ് പ്രധാനമായിട്ട് പറയേണ്ടത്. അതിൽ കേരളത്തിൽ കുറേ തെറ്റിദ്ധാരണകളിലൂടെ ജീവിക്കുന്നത്. ഏറ്റവും കൂടുതൽ അറിവുണ്ടായിട്ട് എന്നാൽ സ്കില്ല് കുറവാണ്. ഇപ്പം തന്നെ ഒരു ശതമാനം നമ്മൾ എടുത്തു നോക്കുക, എന്നൊരു ഡേറ്റ അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ 15 തൊട്ട് 29 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് വളരെ ജോബ് കുറവാണ് നമ്മുടെ സംസ്ഥാനത്ത്. പക്ഷേ അറിവിലാണെങ്കിലും ന്യൂസ് പേപ്പർ വായിക്കുന്നതായാലും ഇന്നത്തെ തലമുറയിൽ എല്ലാം അറിയാവുന്നതാണ് കേരളത്തിലെ ആൾക്കാർ. അതെന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പറ്റിപ്പോയാണ് നമ്മൾ വിശദമായി ചർച്ച ചെയ്യേണ്ടത്. അതിൽ താങ്കൾ പറഞ്ഞത് തികച്ചും ശരിയായൊരു കാര്യമാണ്. കാരണം കേരളത്തിൻ്റെ ഒരു പ്രധാന അഹങ്കാരം തന്നെയാണ് 100% ലിറ്ററസി റേറ്റ് എന്നുള്ളത്. അത് നമ്മൾ മുതലാക്കുന്നും ഇല്ല. കാരണം ഒരുപാട് ആൾക്കാർ ഗ്രാജുവേറ്റ് ആയിട്ടും ജോലി കിട്ടാതിരിക്കുന്നവരുണ്ട്, ചിന്തിക്കാതെ ജോലി കിട്ടാതിരിക്കുന്നവരുണ്ട്, ഒന്നും അങ്ങോട്ട് നടക്കാതെ പോവുകയാണ്. കാരണം ഇതിൻ്റെ പ്രധാന കാരണമെന്ന് വെച്ചാൽ, നമുക്ക് 100% ലിറ്ററസി റേറ്റ് ഉണ്ട്, കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് ഒരു കഥയുമില്ല. ആ ഒരു ചിന്തയാണ്. കാരണം നമുക്ക് വിദ്യാഭ്യാസം എന്നുള്ളൊരു ചിന്തയാണ്. അതെങ്ങനെ തൊഴിലിലേക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റാമെന്ന് ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ അതിനെപ്പറ്റി അതിൽ എന്താണ് പറയാനുള്ളത്? പ്രായോഗികമായി ചിന്തിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള എഡ്യൂക്കേഷൻ തന്നെ ഒരു ഒരു മിസ്റ്റേക്കാണ്. പണ്ടത്തെ കാലത്ത് ഒരു 1950-60 കാലഘട്ടമാണെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അവരുടെ പൊളിറ്റിക്സിലുള്ള ഒരു സർവൈവൽ സ്ട്രാറ്റജി പോലെയാണ് കണ്ടിരുന്നത്. അല്ലാതെ ജോബിലേക്ക് വരുന്നില്ല. പിന്നെ ഒരു 80-70 ഇതിലേക്ക് വരുമ്പം എംപ്ലോയ്മെൻറ്റ്, എഡ്യൂക്കേഷൻ ഫോർ എംപ്ലോയ്മെൻറ്റ് എന്നുള്ളത് അത്യാവശ്യമായിപ്പോയി. കാരണം നമ്മളൊരു ഡിഗ്രി എടുക്കുന്നു, വിദേശത്ത് പോകുന്നു, റിച്ച് ആവുന്നു, പൈസ ഉണ്ടാക്കുന്നു, അങ്ങനെ ഒരു ഇതായി മാറി. മൂന്നാമത്തതിലോട്ട് വരുവാണെങ്കിൽ എക്സ്പെക്റ്റേഷനാണ്. എന്തിനോ വേണ്ടി പഠിക്കുന്നു, ഹൈ എക്സ്പെക്റ്റേഷൻ പറഞ്ഞിട്ട് നമ്മൾ എന്തിനോ വേണ്ടി പഠിക്കുന്നു, ഒരു ധാരണയില്ല, വ്യക്തമായ ഒരു ധാരണയില്ല. എല്ലാവരും പഠിക്കുന്നു, നമ്മളും പഠിക്കുന്നു, ഒരു ലക്ഷ്യമൊന്നും ഇല്ലാത്ത കുറേ, അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് യുവാക്കൾക്കിടയിൽ. എല്ലാവരും പഠിക്കുന്നു, ഞാനും പഠിക്കുന്നു, അല്ല ഒരു ലക്ഷ്യമോ ഒന്നുമില്ല, ജസ്റ്റ് പോകുന്നു. നാലാമത് വരുന്നതാണ് ഒരു കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഇഷ്ടം പോലെ ഡിഗ്രികൾ ചെയ്യും, എന്നിട്ട് അവസാനമായി PSC എഴുതും. ഡിഗ്രി കൊണ്ടും സ്കില്ല് ചെയ്ത് പോവല്ല, ഒരു പ്രോസസ്സായി പോകുന്നു എഡ്യൂക്കേഷൻ. കുറേ ഡിഗ്രി എടുത്തിട്ട് നമ്മൾ PSC പരീക്ഷയ്ക്ക് പോകുന്നു. അങ്ങനത്തുള്ള സമ്പ്രദായമാണ് ഇപ്പം യുവാക്കൾക്കിടയിൽ കാണുന്നത്. രീതിയിൽ പറയുമ്പോൾ ഒരു കംഫർട്ട് ക്വസ്റ്റ്യനാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒന്നും നമുക്ക് വേണ്ട, എല്ലാം കിട്ടുന്നുണ്ട്, ഒന്നും നമുക്ക് ചെയ്യാനില്ല, അതുകൊണ്ട് നമ്മൾ പണിയെടുക്കാതെ തന്നെ ഇങ്ങനെ പോകുന്നതുകൊണ്ട് നമ്മൾ അതിൽ തന്നെ നിന്ന് പോവുകയാണ്. സ്കില്ലില്ല. ഇപ്പം ഇപ്പോൾ ഏതൊരു ജോലി സാധ്യതയിൽ പോയാൽ തന്നെ ഡിഗ്രിയെക്കാട്ടി പ്രാധാന്യം എന്താണുള്ളത്? സ്കില്ലിലാണ്. ഇപ്പോൾ ഒരു മുട്ടായി കവറ്, മുട്ടായി ആണ് എന്താ സ്കില്ല്, മുട്ടായി കവർ എന്താ സർട്ടിഫിക്കറ്റ്. കാരണം നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്. സർട്ടിഫിക്കറ്റ് ഇപ്പം ഒരു മുട്ടായി നമ്മൾ മേടിക്കുമ്പോൾ അതിൻ്റെ നല്ല കവർ കണ്ട് തന്നെ ഇഷ്ടപ്പെടുന്നത്, അതാണ് സർട്ടിഫിക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ മുട്ടായാണ് നമ്മുടെ സ്കില്ല്, അങ്ങനെ മനസ്സിലായി. അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ പിന്മാറണം. കംഫർട്ട് സോൺ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ കേരളത്തിൽ പൊതുവെ നടന്നു വരുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. അതിൽ എന്നുവെച്ചാൽ
നമ്മൾ പല സ്റ്റുഡൻസും പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു കോഴ്സ് എടുത്തു, പിന്നെ അത് പഠിക്കുന്നു, ഇതിൽ ജോബിലോട്ട് വരുമ്പോൾ ഒരു 2 months 3 months പോലും അത് നിൽക്കാതെ അവർ ജോബിന്റെ റിയാലിറ്റി വരുമ്പോൾ അത് ഹിറ്റ് ചെയ്യുമ്പോൾ അവര് ബാക്കിലോട്ട് മാറുകയാണ്. കാരണം അങ്ങനെ മാറി നിൽക്കുന്ന ആൾക്കാർ കൂടുതലാണ്. ഒരു കോഴ്സ് എടുത്ത് ഡിഗ്രി കഴിഞ്ഞിട്ടായാലും ഒരു കോഴ്സ് എടുത്ത് ഇങ്ങനെ മാറി നിൽക്കുന്ന യുവാക്കളായാലും കൂടുതലാണ്. കുറെ ആൾക്കാർ ഒന്ന് പ്രവർത്തിക്കാൻ നിൽക്കുന്നു. ചിലർ വീട്ടിലെ സാഹചര്യം വെച്ച് അവര് പ്രവർത്തിക്കുന്നു. കുറെ ആൾക്കാര് ഒരു കംഫർട്ട് കിട്ടി, ഉദാഹരണത്തിന് ആ ഫോണിന്റെ ഉപയോഗം, അതേപോലുള്ള റീല് അധികമായിട്ട് കാണുന്നത്, അങ്ങനെ ഒരു കംഫർട്ട് കിട്ടി അവർക്കിത് ഭയങ്കര കംഫർട്ടായിട്ട് തോന്നുന്നു, തൊഴിലിലോട്ട് പോകാതിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആ ഒരു കംഫർട്ട് സോൺ പിടിച്ചിരിക്കുന്നത്. കുറെ ആൾക്കാരുടെ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ ഒരു തൊഴിൽ കിട്ടി അത് ഡെവലപ്പ് ചെയ്യാതെ ആ ഒരു മേഖലയിൽ മാത്രം പോകുന്നുണ്ട്. ഉദാഹരണത്തിന് എൻ്റെ കുറെ കൂട്ടുകാര് ഈ ഷോപ്പില് ജോലിക്ക് ഇരിക്കുന്നതാണ്. വരുമാനത്തേക്ക് അതെ ആ ഒരു ഇൻകം നിൽക്കാതിരിക്കാൻ. കാരണം അവർക്ക് EMI കാര്യങ്ങൾ മീറ്റ് ചെയ്യാനുണ്ട്. അതിന്റെയൊക്കെ ഒരു ബേസിസില് അങ്ങനെ ഒരു കംഫർട്ട് സോണോട് വരുന്നുണ്ട്. ജോബിലും ഒരു കംഫർട്ട് സോൺ ഉണ്ട്, നമ്മൾ വീട്ടിൽ ഇരിക്കുന്നതിലും ഒരു കംഫർട്ട് സോൺ ഉണ്ട്. അത് ബ്രേക്ക് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വലിയ പാടാണ്. ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ നമുക്ക് മേലോട്ട് പോകണമെങ്കിൽ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം അല്ലേ? ആ ഗ്രോത്ത് ഉണ്ടാകാനത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു 1 month പോലും ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കാൻ ആൾക്കാർക്ക് പറ്റുന്നില്ല. അതാണ് ഇവിടുത്തെ ചിലവര് കുറെ എക്സ്ക്യൂസസ് ആണ്. സോഷ്യൽ മീഡിയ ഒരു കാരണമായിരിക്കും അല്ലേ? സോഷ്യൽ മീഡിയ അല്ല, ചിലവരുടെ എക്സ്ക്യൂസസ് ആണ്. ചിലവര് ഈ ഒരു ലൈഫിന്റെ ഒരു ഗുഡ് സോണിൽ നിന്ന് ഒരു ബാഡ് സോണിലോട്ട് കൺവേർട്ട് ആകുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു റിയാലിറ്റി തന്നെയാണ്. അപ്പൊ എനിക്ക് പുതുതലമുറയോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മള് മറ്റുള്ളവരുടെ വളർച്ചയെ കണ്ട് അത് നോക്കിയിരിക്കാതെ നമ്മൾ നമുക്ക് വേണ്ടി ട്രൈ ചെയ്യുക. മറ്റുള്ളവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യണമെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ എടുത്തു കളഞ്ഞിട്ട് നമുക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ, we should start working for our future. അതായത് നമ്മൾ മറ്റുള്ളവരെ നോക്കി മത്സരിക്കാതെ ഇന്നത്തെ കാലം നമുക്ക് ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ന് നമ്മളെ എന്ത് ബെറ്റർ ആക്കി, ഇന്ന് നമുക്ക് എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റി, പുതിയ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റി, എല്ലാം ചിന്തിക്കുക. നമ്മുടെ കയ്യിലൊരു സാധനം, ഒരു കഴിവുണ്ടെങ്കിൽ അതിനെ പോളിഷ് ചെയ്തെടുക്കുക. അതേ ഞാൻ പറയുന്നു. അത് മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ എല്ലാവരും നമ്മുടെ സംസ്ഥാനത്ത് കണ്ടുവരുന്നത് തന്നെ അറിവ് ഒരു ഐഡന്റിറ്റി ആയിട്ട് മാറ്റുക. കാരണം എല്ലാം അറിയാം, എല്ലാം എനിക്ക് അറിഞ്ഞാൽ മതി, അത് തന്നെ ഒരു ഐഡന്റിറ്റി ആക്കി മാറ്റും. അല്ലാതെ അത് ജീവിതത്തിൽ പ്രായോഗികമാക്കല്ല. എനിക്ക് എല്ലാ കാര്യങ്ങളെ പറ്റി എല്ലാ വ്യക്തമായ അറിവ് വേണം. ആ അറിവിൽ ആൾക്കാരോട് പറഞ്ഞ് സംസാരിച്ച് നടക്കണം. അല്ലാതെ അതിൽ ജീവിതത്തിൽ കൊണ്ടുവരാൻ ആരും ശ്രമിക്കുന്നില്ല. അതൊരു കംഫോർട്ടായിട്ട് വേണം നമുക്ക്, കംഫോർട്ട് സോണിലും ഇരിക്കുന്നതായിട്ട് നമുക്ക് ഉൾപ്പെടുത്താം. കാരണം നമ്മളിപ്പോൾ ഒരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ അത് എ പറ്റിയൊക്കെ നല്ല വ്യക്തമായ ധാരണയുള്ളവരാണ് കേരളത്തിലുള്ളത്. അപ്പം അത് ജീവിതത്തിൽ അത് ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഒരു വെബ് അതിലേക്ക് അവര് ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നില്ല. അതാണ് അവർ സ്റ്റക്കായി പോകുന്നത്, ഗ്രോത്ത് ഇല്ലാതെ പോകുന്നത്. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അറിവുണ്ടായിട്ട് നമ്മുടെ സ്കില്ലിലായാലും എല്ലാം താഴെയാണ്. പ്രായോഗികമായിട്ട് പ്രാക്ടിക്കലായിട്ട് ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ അതിന് പ്രധാനമായിട്ട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. കംഫർട്ട് സോണിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് വരിക. നമ്മുടെ കോളേജിലായാലും എവിടെയായാലും ഇപ്പം കുറെ അഡ്വാൻസ് ആയിട്ടുള്ള കുറെ പ്രാക്ടിക്കൽ എല്ലാം ഉൾപ്പെടുത്തുക, AI ടെക്നോളജി അങ്ങനെയുള്ള എല്ലാം ഉൾപ്പെടുത്തുന്നതാണ് ഇതിന്റെ ഒരു രൂപം. അപ്പം നമുക്ക് ഇന്നത്തെ സെക്ഷൻ മൈൻഡപ്പ് ചെയ്യാം.